വേറൊരു കാര്യവും ശ്രീ എ കാനയുടെ പ്രസ്താവന ആളുകൾ വിശ്വസിച്ചാലുണ്ടാകുന്ന അപകടമുണ്ട്. ഇവിടെ ആകെ മിസ്മാനേജ്മെൻ്റ് ആണെന്ന് ആദ്യം തന്നെ വന്നപ്പോഴത്തേക്ക് പൂച്ച വെച്ച് കിടക്കുന്ന കഥയൊക്കെ മുമ്പ് പറഞ്ഞിരുന്ന അദ്ദേഹം പറഞ്ഞു മിസ്മാനേജ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട മാനേജ്മെൻ്റ് ഉള്ള 5 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്നുള്ള കണക്കുകൾ കിടക്കുമ്പോൾ മിസ്മാനേജ്മെൻ്റ് ആണെന്ന് ഇവർ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉണ്ടാകുന്ന അപകടം എന്താ? കേരളത്തിന് അർഹമായി കിട്ടാനുള്ള തുക കിട്ടാതെ വരും. കേരളത്തിന് അർഹമായ കിട്ടാനുള്ള തുക തന്നെ നിങ്ങൾ തന്നെ പറയുമല്ലേ മിസ്മാനേജ്മെൻ്റ് ആണെന്ന് എന്ന് പറയും. മിസ്മാനേജ്മെൻ്റ് അല്ല, രേഖകൾ നോക്കിയാൽ റിസർവ് ബാങ്കിൻ്റെ കണക്കിൽ CNTG കണക്കിൽ ഒക്കെ കേരളത്തിൻ്റെ ഫിനാൻഷ്യൽ ഓരോ മേഖലയിലും അതിൻ്റെ ഫിനാൻഷ്യൽ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻകത്തിൻ്റെ ഗ്രോത്ത് മറ്റു മാനേജ്മെൻറ്റിൻ്റെ സ്ട്രെങ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിന് ശക്തമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രവർത്തകർ. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ തങ്ങളുടെ രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പറയാനോ ശ്രീ എ കാനയെ പോലെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനോ ആരെങ്കിലും ശ്രമിച്ചെങ്കിൽ അദ്ദേഹം അത് തിരുത്തുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാ കണക്കുകളും കാര്യങ്ങളുമായി നമുക്ക് അദ്ദേഹത്തെ കണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിയമസഭയിൽ ഈ കാര്യങ്ങളെല്ലാം പഠിക്കുകയും എല്ലാ കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്ന പുതിയ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ടീമിനും ഇത് സംബന്ധിച്ച് കൂടുതൽ ധാരണ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ താല്പര്യം പൊതുവെ സംരക്ഷിക്കണം, സത്യമായി കാര്യങ്ങൾ പറയണം, വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് സംസ്ഥാനത്തിൻ്റെ താല്പര്യം എന്ന നിലയിൽ അവർ പ്രവർത്തിക്കുന്നതിന് എല്ലാവർക്കും പിന്തുണയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയല്ല വേണ്ടത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. കൂടുതൽ ആവശ്യങ്ങളും കണക്കുകളും കാര്യങ്ങളും വേണമെങ്കിൽ വീണ്ടും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ കാണുകയും പറയുകയും ചെയ്യാം. അതിനായിട്ടാണ് വിളിച്ചത്. സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുകയും സത്യസന്ധമായ നിലപാടെടുക്കുകയും ചെയ്യുന്നതിന് തുടക്കത്തിൽ തന്നെ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് അവരോടുള്ള അഭ്യർത്ഥന. ശ്രീ എ കെ ആന്റണി അദ്ദേഹത്തെ പോലെ വളരെ ഉയർന്ന പാരമ്പര്യമുള്ള ഒരാൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ നോക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനല്ല, ഡിവിഷൻ പൂളിൻ്റെ വർധനയിന് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. ഓരോ ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷൻ വന്ന സമയത്ത് നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞു പോയ സംസ്ഥാനമാണ് കേരളം. 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് നമുക്ക് ആകെ 100 രൂപ കേരളത്തിൽ ഇന്ത്യയിൽ അവർ താഴോട്ട് കൊടുക്കുമ്പം ആ 100 രൂപയിൽ 3 രൂപ 82 പൈസ നമുക്ക് കിട്ടുമായിരുന്നു. 15ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് വന്നപ്പോൾ അത് 1 രൂപ 92 പൈസയായി, നേരെ പകുതിയായിപ്പോയി. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ പറഞ്ഞതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട്. കേരളത്തിന് നല്ല വികസനമായിപ്പോയി, നല്ല വിദ്യാഭ്യാസമായിപ്പോയി, നല്ല ആരോഗ്യരംഗമായിപ്പോയി, അതുകൊണ്ട് കൂടുതൽ പണം തരണ്ടെന്നാണ് അവരുടെ കണക്ക്. നമ്മൾ ഈ കാര്യത്തിനകത്ത് കാര്യകാരണ സഹിതം എല്ലാ കാര്യങ്ങളും എടുത്ത് ഇപ്രാവശ്യം വലിയൊരു പദ്ധതി നടപ്പിലാക്കി. അതിനകത്ത് ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞങ്ങൾ ഇൻവോൾവ് ചെയ്യിച്ചു. അക്കാഡമിക് പണ്ഡിതന്മാരെല്ലാം ഡേറ്റ കണക്കുകളെല്ലാം കൊടുത്തു. അങ്ങനെ അവാർഡ് വന്നപ്പോൾ നമുക്കത് 2.32 ആയി. അതിൻ്റെ ഗുണം കിട്ടുന്നത് ഈ ഏപ്രിൽ 1 മുതലാണ്. അപ്പോൾ ഏപ്രിൽ 1 മുതലാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഗവൺമെൻറ് വരുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടൊന്നും നമ്മൾ ആശങ്കപ്പെട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ വീണ്ടും LDF ഗവൺമെൻറ് തന്നെ തുടർന്ന് വരും എന്നുള്ള നിലയിൽ തന്നെ. അല്ലെങ്കിൽ എപ്പോഴും ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് മാറുകയും പുതിയതും വന്നുകയും ചെയ്യാം. പക്ഷേ ഗവൺമെൻറ്റുകൾ കൃത്യമായി പോകണമെങ്കിൽ ഗവൺമെൻറ്റിന് ആവശ്യമായ സംസ്ഥാനത്തിന് അർഹമായ പണം കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നമ്മൾ നടത്തിയതിൻ്റെ ഭാഗമായി 16ാം ധനകാര്യ കമ്മീഷൻ്റെ അവാർഡിൽ കേരളത്തിന് 2.38 കിട്ടി. 2.38 എന്ന് പറഞ്ഞാൽ ഈ 1.992 നിന്നും 2.38 വരുമ്പോൾ ഒരു വർഷം 10,000 കോടി രൂപയുടെ അധികമാണ് വരുന്നത്. കഴിഞ്ഞ വർഷം കിട്ടിയത് 27,000 കോടി രൂപയാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയാം. ഈ വർഷം അത് 37,000 കോടി രൂപയാവും. അടുത്ത വർഷങ്ങളിൽ വരുമ്പോൾ ഇനിയും കൂടും. കാരണം ഓരോ വർഷവും കേന്ദ്രത്തിൻ്റെ വരുമാനം വർദ്ധിക്കുമല്ലോ. 10% വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഇവിടെയും കൂടും. അങ്ങനെ കഴിഞ്ഞ വർഷം കിട്ടിയതിനേക്കാളും ഇപ്പോൾ പുതുതായി ധനകാര്യമന്ത്രിയായി ചുമതലയേൽക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ 10,000 കോടി രൂപ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അധികം കിട്ടി. ഇത് UDF ആണോ LDF ആണോ എന്നുള്ളതല്ല, കേരളത്തിൻ്റെ ഗവൺമെൻറ് 10,000 കോടി അധികം കിട്ടി. അതിനൊപ്പമാണ് ഞാൻ പറഞ്ഞത് 4,000 കോടിയെന്ന് ബാലൻസ് ഉണ്ടായിരുന്ന 4,000 കോടിയിൽ അതിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇത്രയും വരുമാന വർധനം അവിടെ വരുന്നു, ടാക്സിൻ്റെ മറ്റും വരുമാനം ഇത് കൂടാതെ വരുന്നു. അങ്ങനെ ഒരു ഫിനാൻഷ്യലി കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ചുമതല ഒഴിയുന്നത്.